വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള, അതായത് 1201 കന്നിമാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു വാരഫലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക. നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട്, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട്, 5-ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു, 6-ാം ഭാവത്തിൽ കന്നിയിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും, 12-ാം ഭാവത്തിൽ ശനിയും. ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല. ശനി ഇപ്പോഴും വക്രയിലാണ്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം. ഇവിടെ ചന്ദ്രൻ ബലവാനാണ്. ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു. ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും. ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ച് നിൽക്കുന്നു. ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ്. ചൊവ്വയും ബുധനും വരുമ്പോൾ ഒരു വ്യാപാര യോഗം, വണിക് വ്യാപാരി ആവുക, ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി. ഇവിടെ മേടം രാശിക്കാർക്ക് ഈ ഒരു വാരകാലത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമായി മനസ്സിലാക്കുക. അശ്വതി നക്ഷത്രത്തിലാണ് ഈ വാരം നാം ചിന്തിക്കുന്നത്. അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട്, 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ബുധൻ കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ മേടം രാശിക്കാർക്ക് ഈ വാരം നല്ല പ്രത്യാശകൾ നൽകുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, മേടം രാശിക്കാർക്ക് 4-ാം ഭാവാധിപനായ ചന്ദ്രൻ വളരെ ബലവാനായി മേടം രാശിയിൽ നിൽക്കുന്നു. അത് ഉച്ചത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. വിദുർഗോ കുടീരാജകസൻ വപുസ്ഥോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം. ചന്ദ്രൻ മേടത്തിലും ഇടവത്തിലും കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ വളരെയധികം നന്മകളുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. നന്മകൾ പ്രദാനം ചെയ്യുന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ധനാധ്യക്ഷം, ധനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തും ഇടവരാശിയിൽ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ. ആനന്ദ ലാവണ്യപൂർണം, ലാവണ്യപൂർണത്തോടുകൂടി ജീവിക്കുവാനുള്ള നല്ലൊരു യോഗം വരുന്നു. ഈ വാരം മേടൻ രാശിക്കാർക്ക് ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമാണ്. 4-ാം ഭാവാധിപനായ ഗ്രഹമിത ചരരാശിയിൽ നിൽക്കുന്നു. ചരത്തിൽ പുരം നീങ്ങിയിടുന്നതാണ്. ഭൂമി വിൽപ്പനയാകാം, അല്ലെങ്കിൽ മറ്റൊരു ഭൂമി വാങ്ങാം. അതിനപ്പുറത്ത് തന്നെ ധർമ്മദൈവ സങ്കേതങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും പുതിയ നല്ല രീതിയിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ലഭിക്കുന്നതാണ്. ധർമ്മദൈവങ്ങളെ സന്തോഷിപ്പിക്കുക, പ്രത്യേകിച്ച് ഭദ്രകാളിയുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങൾ, ശാക്തേയമൂർത്തി, ഇതൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ അത് നോക്കുവാനും പരിപാലിക്കുവാനുള്ള ഒരവകാശം തനിക്ക് നൽകപ്പെടുന്ന വാരമാണിത്. കാരണം മേടൻ രാശിക്ക് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, സഹോദ്ധാഗ്രജ, സഹോദരനിൽ മൂത്താളാകുമെന്നാണ്. അതിനാൽ പല കാര്യങ്ങളിലും തൻ്റെ വാക്കുകൾക്ക് ഒരു പ്രാമാണിത്വം, ബലം, താൻ ഒരു സ്വയം വാഴ്ത്തപ്പെടുക, തനിക്ക് പ്രാധാന്യം കിട്ടുക. അത് സമാജത്തിലായാലും ധർമ്മദൈവ സങ്കേതങ്ങളിലായാലും അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റി ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലായാലും താൻ ഏർപ്പെടുന്ന കർമ്മ മേഖലയിലായാലും തനിക്ക് ഒരു പ്രാധാന്യം ലഭിക്കും നിർബന്ധമായും ഈ ഒരു വാരം. അവിടെ 7-ാം ഭാവത്തിൽ ചൊവ്വ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപൻ നോക്കിയാൽ ആ ഭാവത്തിന് ബലം വളരെ കൂടുന്നതാണ്. അപ്രകാരം തന്നെ സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ്. ഗർഭം ധരിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, അതിനെ ചികിത്സക്കായി മുന്നോട്ട് നീങ്ങാം. സധൈര്യം ഈ ഒരു വാരം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കാരണം ഞാൻ ഈ രാശി വയ്ക്കുമ്പോൾ ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം അശ്വനി ദേവതകളുടെ നക്ഷത്രമാണ്. ദ മെഡിസിനൽ ഗോഡ്സ്, ദേവന്മാരുടെ വൈദ്യരാണ് അശ്വനി ദേവതകൾ. അതിനാൽ മരുന്ന് കഴിപ്പാനും അത് മുന്നോട്ട് നീങ്ങുവാനും ഒക്കെ തന്നെ ഈ ഒരു വാരം വളരെയധികം സഹായിക്കും മേടൻ രാശിക്കാരെ എന്നറിയുക. പലപ്പോഴും വിദേശയാത്ര ബന്ധം വളരെ അനുകൂലമായി വരും. പുതിയ ചില വ്യാപാര ചിന്തകൾ വരും. പുതിയ വ്യാപാര ഉടമ്പടികൾ തൻ്റെ വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്
മുന്നോട്ട് നീക്കാം. കാരണം ചൊവ്വയും ബുധനും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു യോഗമുണ്ട്. മൂലാദി സ്നേഹ കൂടേഹി വ്യവഹരതി വണിക്. വ്യവഹരതി വണിക്, താനൊരു വണിക്ക് വ്യാപാരിയായി അറിയപ്പെടും, അതിൽ സജീവമാകും. ബാഹുയോദ്ധ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാരത്ത് മല്ലയുദ്ധന്മാർക്ക്, ബോക്സിങ്, റെസ്ലിംഗ് പ്രകടിപ്പിക്കുന്നവർക്ക് വളരെയധികം നന്മകൾ ചെയ്യും. അതിനുമപ്പുറത്ത് എന്ത് ചെയ്യാം? ജിംനേഷ്യവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നവർക്ക് പുതിയ ജിംനേഷ്യം തുടങ്ങുവാനോ അല്ലെങ്കിൽ ശരീരത്തിൽ നല്ല ഫിറ്റ്നസ് ചെയ്ത് ട്രെയിനീസ് ആയി വിദേശത്തേക്ക് പോകാനൊക്കെ വളരെ നല്ലതാണ്. ശ്രമിച്ചാൽ ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും മേടൻ രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. വിശേഷിച്ച് ദോഷങ്ങളൊന്നുമില്ല. ശാരീരികമായി വെള്ളത്തിൽ തെന്നി വീഴരുത്. ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. വളരെയധികം അസ്ഥ്യസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയമാണ്. രോഗസ്ഥാനത്ത് ആദിത്യനുള്ളതുകൊണ്ട് കണ്ണുകളെ വളരെ ജാഗ്രത പാലിക്കണം. കണ്ണിന് സർജറി വരുന്ന സമയമാണ്. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവന് കൂളമാല, ജലധാര അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടതാണ്. സന്താനങ്ങൾക്ക് വളരെ ഗുണമാണ്. അവരുടെ വിദ്യാഭ്യാസം, പഠനം, യാത്ര, ഇതൊക്കെ അല്ലെങ്കിൽ അതിനുവേണ്ട ധനസമാഹരണം ബാങ്കിലൂടെ, ഇതിനൊക്കെ തന്നെ വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി.